ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയൊക്കെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പഠിച്ചത്. എങ്ങനെയാണ് ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യുക, ഫിനോൾസ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് പഠിച്ചത്. ടുഡേ we are discussing the properties of alcohols and phenols. First we will discuss the physical properties. Physical properties എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? Physical properties എന്ന് പറഞ്ഞാൽ solubility, boiling points, color, order പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്കറിയാം ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് കൺസിസ്റ്റ് ഓഫ് 2 parts അല്ലേ? ആൽക്കഹോളിൻ്റെ ജനറൽ ഫോമുല നമ്മൾ എങ്ങനെ എഴുതുക? ROH എന്നാണ് എഴുതുക. ഫിനോളിൻ്റെ ജനറൽ ഫോമുല വേണമെങ്കിൽ നമുക്ക് AROH എന്ന് എഴുതാം. അപ്പോൾ ദേ കണ്ടെയ്ൻസ് 2 parts, alkyl group plus OH group and here aryl group and OH group. അങ്ങനെ 2 ഡിഫറെൻ്റ് പാർട്സ് ആണ് ആൽക്കഹോൾസിനും ഫിനോൾസിനും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ദ നേച്ചർ ഓഫ് ആൽക്കൈൽ ആൻഡ് അരൈൽ ഗ്രൂപ്പ് സിംപ്ലി മോഡിഫൈ ദീസ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസിനെ മോഡിഫൈ ചെയ്യുന്നത് ഈ ആർ ഗ്രൂപ്പും അതുപോലെ തന്നെ AR ഗ്രൂപ്പും ആയിരിക്കും. ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, AR ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അരൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്കറിയാം ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഏതൊരു ഫാമിലി എടുത്താലും when number of carbon atoms increases, boiling point increases. Similarly, here also boiling points of alcohols and phenols increase with the increase in the number of carbon atoms. Okay. Similarly, when there is branching, അതും നമ്മൾ പിന്നെ ഹലോ ആൽക്കീൻസ് ആൻഡ് ഹലോ അരീൻസ് ഉള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. When there is branching, the boiling points decrease with the increase of branching in carbon atom. സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ അല്ലേ, കമ്പയർഡ് ടു ബ്രാഞ്ചഡ് ചെയിൻ. അപ്പോൾ അതും ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഇനി ഇവിടെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദ OH ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾസ് ആൻഡ് ആൾസോ ഇൻ ഫിനോൾസ് ഈസ് ഇൻവോൾവ് ഇൻ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് നോക്കൂ, ROH. ഇവിടുത്തെ പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പൊളാരിറ്റി നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഡെൽറ്റ മൈനസ്, ഇവിടെ ഡെൽറ്റ പ്ലസ് ആയിരിക്കും അല്ലേ? അപ്പോൾ അടുത്ത മോളിക്യൂളിൻ്റെ ഡെൽറ്റ പ്ലസ് ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരും, HOR. ഇത് നെക്സ്റ്റ് മോളിക്യൂളാണിത്. അപ്പോൾ ഇതിൻ്റെ ഓക്സിജനിൽ ഡെൽറ്റ മൈനസും ഇവിടുത്തെ ഹൈഡ്രജനിൽ ഡെൽറ്റ പ്ലസും. ഓക്കെ, സോ ദർ വിൽ ബി എ അട്രാക്ഷൻ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദിസ് ഓക്സിജൻ ആൻഡ് ദിസ് ഹൈഡ്രജൻ. And this type of bonding extends in the entire sample. ഇങ്ങനെയുള്ളൊരു ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുക. ഇനി അടുത്ത ഒരു ROH ഉണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിജൻ അത് ഡെൽറ്റ മൈനസ് ആണ്. ഓക്കെ, ആ ഓക്സിജനും അതിൻ്റെ R നമുക്ക് ഇങ്ങനെ എഴുതാം, അതിൻ്റെ H ഇവിടെ. ആ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മിൽ അങ്ങനെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഏതിലുണ്ട്? ആൽക്കഹോൾസിലുണ്ട്, ഫിനോൾസിലും ഇതേ കേസ് തന്നെയല്ലേ. ഇവിടെ ആറിന് പകരം AR ആണ് അല്ലെങ്കിൽ C6H5 റിംഗ് ആണെന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ആർ ഹയർ ഇൻ കമ്പാരിസൺ ടു അതർ ക്ലാസസ് ഓഫ് കോമ്പൗണ്ട്സ്. ഈ റീസൺ കാരണം ഇങ്ങനെ ഒരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത് കാരണം ദർ വിൽ ബി അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെ. എപ്പോഴും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുമ്പോൾ എന്തുണ്ടാവും? അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഡ്യൂ ടു അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ദർ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ഹയർ. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? കമ്പയർ ടു അതർ ഹൈഡ്രോ കാർബൺസ്, അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺസിനെ പോലെയൊക്കെയുള്ള വേറെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 3 കോമ്പൗണ്ട്സ് ആണ് പഠിക്കുന്നത്, ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈത്തേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആൽക്കഹോൾസിന് ഹൈഡ്രോ കാർബൺസിനെക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? കാരണം ഇവിടെ ഹൈ പൊളാരിറ്റി ആണ്. ഡ്യൂ ടു ദ ഹൈ പൊളാരിറ്റി ദർ ഈസ് ഹൈഡ്രജൻ ബോണ്ട്. പൊളാരിറ്റി കൂടി ഹൈഡ്രജൻ ബോണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈതേഴ്സിനാണെങ്കിൽ ഹൈഡ്രോ കാർബൺസിന്റെ അത്ര ലോ പൊളാരിറ്റി അല്ല, കുറച്ച് പൊളാരിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാം ഈതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3OCH3 O ഫങ്ഷണൽ ഗ്രൂപ്പ്, ഓക്സിജൻ വരുന്നുണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൽ. അപ്പോൾ പൊളാരിറ്റി ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഹൈഡ്രോ കാർബൺ ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ്
alcohols and phenols. So the boiling point of ethers will be in between the hydrocarbons and alcohols. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവരുടെ സൊല്യൂബിലിറ്റി ആണ്. സൊല്യൂബിലിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം വാട്ടറിൽ സൊല്യൂബിൾ ആണോ എന്നാണ് പറയുക. ജനറലി ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ നോട്ട് സൊല്യൂബിൾ ഇൻ വാട്ടർ. സാധാരണ ഓർഗാനിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ അധികം സൊല്യൂബിൾ ആവാറില്ല. കാരണം വാട്ടർ ഹൈലി പോളാറാണ്. ഓർഗാനിക് കോമ്പൗണ്ടിൽ പലതിനും പൊളാരിറ്റി കുറവായിരിക്കും. ഓക്കെ. പക്ഷേ ആൽക്കഹോൾസ് വാട്ടറിൽ സൊല്യൂബിൾ ആണ്. കാരണം ആൽക്കഹോൾസിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, വാട്ടറിലും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ദേ ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ. അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് സൊല്യൂബിലിറ്റി ഓഫ് ആൽക്കഹോൾസ് in water is due to their ability to form hydrogen bond with the water. ഓക്കെ. അവർക്ക് പരസ്പരം ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ കഴിയും. അവർ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അവർ തമ്മിൽ കൂടിക്കലരുമ്പോഴും ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് the solubility is there. Alcohols are soluble in water. സാധാരണ ഓർഗാനിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ സൊല്യൂബിൾ ആവില്ല. ബട്ട് ആൽക്കഹോൾസ് ആർ സൊല്യൂബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു their ability to form hydrogen bonds with the water molecules. ഓക്കെ. അപ്പോൾ വാട്ടർ വരയ്ക്കുമ്പോൾ ഇതുപോലെ വരച്ചാൽ മതി. ഇവിടെ 6 വരച്ച അവിടെ ഇവിടെയും കൂടെ H വരച്ചാൽ വാട്ടറായി, ഇത് ആൽക്കഹോളായി. ഓക്കെ. അപ്പോൾ അവർക്ക് ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇനി നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിലോട്ട് കിടക്കുകയാണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ്. കെമിക്കൽ ചില റിയാക്ഷൻസ് ഇപ്പോൾ OHൻ്റെ റിയാക്ഷൻസ് രണ്ടിനും കോമൺ ആയിരിക്കും. ഓക്കെ. OH ഗ്രൂപ്പ് രണ്ടിലും ഉള്ളത് കൊണ്ട് റിയാക്ഷൻ ഡ്യൂ ടു OH ഗ്രൂപ്പ് വിൽ ബി കോമൺ ടു ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ ആദ്യം ആൽക്കഹോൾസ് ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്നാണ് നോക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് അതിൽ വെൻ ആൽക്കഹോൾസ് ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽസ്. വെൻ ആൽക്കഹോൾസ് ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽസ് വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വിൽ ഒക്കർ? ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ന്യൂക്ലിയസ് ലവിങ് അല്ലേ? അപ്പോൾ ആൽക്കഹോള് ROH, ഓക്സിജൻ, ഇത് വാട്ടറിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെയാണ് ഇവിടെ ലോൺ പെയർ ഒക്കെ കണക്കാക്കുമ്പോൾ. ഓക്കെ. വാട്ടറിൽ ഇവിടെ 2 പെയർ ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളതുപോലെ ആൽക്കഹോളിലും ഉണ്ട്. അത് ഇപ്പോൾ C+ പോലെയുള്ള ഒരു അയോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന സെൻറ്റർ ഇത് ഇലക്ട്രോൺ റിച്ച് ആണ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെൻറ്റർ എന്തിലേക്ക് അട്രാക്റ്റഡ് ആവും? എന്തുമായിട്ട് അറ്റാച്ച്ഡ് ആവും? അല്ലെങ്കിൽ ന്യൂക്ലിയസുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഓക്കെ. ഇങ്ങനെ അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് ROH ഇവിടെ നിന്ന് മെല്ലെ H ഇവിടെ നിന്ന് മാറിപ്പോകണം. അപ്പോഴാണ് C ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ കഴിയുള്ളൂ. ഓക്കെ. H+. ഈ H+ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഈ ഒരു പെയർ ഇലക്ട്രോണുമായിട്ട് ഹൈഡ്രജൻ ഇവിടെ അറ്റാച്ച്ഡ് ആയി. അടുത്ത സ്റ്റെപ്പിൽ എന്താവും? പൂർണ്ണമായിട്ടും H+ അവിടെ നിന്ന് മാറിപ്പോവും. അപ്പോൾ ROC+H+. അപ്പോൾ ഈ കേസിൽ ആൽക്കഹോൾ എന്തായിട്ട് ആക്ട് ചെയ്തു? ആൽക്കഹോൾ ആക്ട് ആസ് ദി ന്യൂക്ലിയോഫൈൽ. എന്നിട്ട് ന്യൂക്ലിയസ് സെൻറ്ററിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്ററിനെ അത് അറ്റാക്ക് ചെയ്തു. മനസ്സിലായല്ലോ? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്ററിനെ. കാരണം ഇവിടെ ഇലക്ട്രോൺ റിച്ച് സെൻറ്ററാണ്. അങ്ങനെ വന്നപ്പോൾ ഫൈനലി ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്ത് നോക്കൂ? ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്ത് അല്ലേ? അപ്പോൾ വെൻ ആൽക്കഹോൾസ് ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽ ദ ബോണ്ട് ബിറ്റ്വീൻ OH ഈസ് ബ്രോക്കൺ. ആ കേസിൽ ആര് തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക? Oൻ്റെയും Hൻ്റെയും ഇടയ്ക്കുള്ള ബോണ്ട് ബ്രേക്കേജ് ആണ് സംഭവിക്കുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കഹോള് എങ്ങനെയാണ് ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ആൽക്കഹോൾ ആസ് ഇറ്റ് ഈസ് കനോട്ട് ആക്ട് ആസ് ഇലക്ട്രോഫൈൽ ബട്ട് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ക്യാൻ ആക്ട് ആസ് ഇലക്ട്രോഫൈൽ. പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ അതിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ എന്ന് വെച്ചാൽ RCH2OH ഇതിനെ നമ്മൾ പ്രോട്ടോണേറ്റ് ചെയ്യാണ്. H+, RCH2OH+, H+, നമ്മളിതിനെ പ്രോട്ടോണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് പ്രോട്ടോണേഷൻ നടക്കുക. കാരണം നിങ്ങൾക്കറിയാം ഇവിടെയാണ്
ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ ഇവിടേക്കാണ് പ്രോട്ടോണേഷൻ നടക്കുക. അപ്പോൾ RCH2OH2 പ്ലസ്. ദിസ് ഈസ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ഇനി ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ആക്ട് ആസ് ഇലക്ട്രോഫൈൽ. കാരണം ഇതിനിവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെൻറ്റർ ഉണ്ട്. ഇനി ഇത് ഇലക്ട്രോൺ റിച്ച് സെൻറ്ററിനെ ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ ഇഷ്ടപ്പെടും. Okay, so the protonated alcohol can act as electrophile and it will be reacting with a nucleophile like Br minus plus ഈ പറയുന്ന അത് എഴുതുകയാണ് നമ്മൾ RCH2OH2 plus gives. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സാധനം ഇവിടുന്ന് വാട്ടർ പോവും, ഇവിടുന്ന് വാട്ടർ പോവുകയും RCH2Br ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോള് എന്തായിട്ട് ആക്ട് ചെയ്തു? ആക്ട് ആസ് ഇലക്ട്രോഫൈൽസ് അല്ലേ? ആക്ട് ആസ് ഇലക്ട്രോഫൈൽസ് ആണ് പറഞ്ഞത്. ദേ ആക്ട് ആസ് ഇലക്ട്രോഫൈൽസ്. അപ്പോൾ ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്ത്? സിയുടെയും ഓയുടെയും ഇടയ്ക്കുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ആൽക്കഹോൾസ് ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഓയുടെയും എച്ചിൻ്റെ ഇടയ്ക്കുള്ള ഇവിടെയാണ് ബോണ്ട് ബ്രേക്കേജ് വന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ആൽക്കഹോൾസിന് ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഇടയ്ക്കുള്ള ഇങ്ങനെയാണ് ബോണ്ട് ബ്രേക്കേജ് നടക്കുക. ഇനി പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിന് ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോണ്ട് ബ്രേക്കിംഗ് എവിടെ നടക്കുക? കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഇടയ്ക്കുള്ള ബോണ്ടാണ് ബ്രേക്കേജ് നടക്കുക എന്നാണ് പറഞ്ഞു വന്നത്. ഇനി നമ്മൾ വളരെ വിശദമായിട്ട് ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും റിയാക്ഷൻ ഇങ്ങനെ 2 ഹെഡിങ്ങിൽ തന്നെ പഠിക്കുന്നുണ്ട്. റിയാക്ഷൻസ് ഇൻ വിച്ച് OH ബോണ്ട്, ഈ ഓയുടെയും എച്ചിൻ്റെയും ഇടയ്ക്കുള്ള ബോണ്ട് എപ്പോഴാണ് ക്ലീവ് ആവുക? സിയുടെയും ഓയുടെയും ഇടയ്ക്കുള്ള ബോണ്ട് എപ്പോഴാണ് ക്ലീവ് ആവുക? പിന്നെ ആൽക്കഹോൾ മോളിക്യൂൾ മൊത്തം, ഈ RCH2OH എന്ന് പറയുന്ന മോളിക്യൂൾ മൊത്തമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, OH ബോണ്ട് എവിടെയൊക്കെ ബ്രേക്ക് ചെയ്യും, CO ബോണ്ട് എവിടെയൊക്കെ ബ്രേക്ക് ചെയ്യും, ആൽക്കഹോൾ മൊത്തമായിട്ട് പങ്കെടുക്കുന്ന റിയാക്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും പറയുകയാണ്, റിയാക്ഷൻ ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ്. ഓക്കെ, ബൈ.